ഹായ് എവ്രി വൺ. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റീസൺ IELTS വിന്നേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് ഐറിൻ, ഇത് അഖില. ആദ്യം തന്നെ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾ ആഗ്രഹിച്ച സ്കോർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് IELTSനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? എനിക്ക് ജസ്റ്റ് ഒരു ബേസിക് നോളജ് ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ ഡെപ്ത് ആയിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ഓറിയന്റേഷനും പിന്നെ ബ്രീഫിങ്ങും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ ആദ്യം എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് ഇത് ഓക്കെ ആണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ആ ബ്രീഫിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പൊ കുറച്ചുകൂടിയും കോൺഫിഡൻസ് ആയി. പിന്നെ എന്തായാലും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ മൂവ് ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു അഖിലയുടെ എക്സ്പീരിയൻസ്? ഫസ്റ്റത്തെ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോ എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് ആക്ച്വലി ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് അറിയാമെങ്കിലും എങ്ങനെ അത് സ്പീക്ക് ചെയ്യണമെന്നോ അതിന്റെ അതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇതിന്റെ എന്തൊക്കെ മൊഡ്യൂൾ ഉണ്ടെന്നോ ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ ഞാൻ ട്രാക്ക് ചെയ്യും, എന്തോ ഒരു നാളെടുക്കും. പക്ഷെ ഫെബി ചേച്ചിയാണെങ്കിൽ എല്ലാം പറഞ്ഞു തന്നു, അധികം ടൈം ഒന്നും എടുക്കില്ല എന്നുള്ള രീതി പറഞ്ഞു തന്നപ്പോ ഒരു കോൺഫിഡൻസ് ആയി, എനിക്കും പറ്റും എന്നുള്ള രീതി. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഓറിയന്റേഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അത് കഴിഞ്ഞപ്പോ ഈ ട്രെയിനിങ്ങിന്റെ എന്ത് ആസ്പെക്ട് ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡന്റ് ആക്കിയത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്കോറിലേക്ക് നിങ്ങളെ എത്തിച്ചത്? ട്രെയിനിങ്ങിന്റെ എന്തൊരു ആസ്പെക്ട് ആണ്? എനിക്ക് കുറച്ചുകൂടി പേഴ്സണലൈസേഷൻ ആയിട്ടാണ് തോന്നിയത്. കാരണം കുറച്ചുകൂടി ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷൻ പാടാണെങ്കിൽ അതിനെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യണേ, എന്താണ് അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ, കുറച്ചുകൂടി സ്കോർ ബെറ്റർ ആക്കാനായിട്ട് കുറെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ചുകൂടി നല്ല അറ്റൻഷൻ കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ. അഖിലേക്കോ? എനിക്കും അത് തന്നെയാ. ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും ഞാൻ ഇപ്പൊ എക്സാം എഴുതിയോണ്ട് തന്നെ ആ സെയിം മോഡൽ തന്നെയാ. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴും അത്യാവശ്യം ആ മാർക്ക് അറിയുമ്പോൾ നമുക്കറിയാം ഇനി എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ സ്പീക്കിങ്ങിലാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ കുറേ തെറ്റുണ്ടായിരുന്നു. ധനുഷ മാം ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോ അത്യാവശ്യം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലെല്ലാം മനസ്സിലായത്. ഓക്കെ. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ അറ്റൻഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്തു അല്ലെ? ഓക്കെ. അപ്പൊ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ IELTS ഇങ്ങനെ നോക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലാംഗ്ഫോർട്ട് റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് കിട്ടിയ പേഴ്സണലൈസ് ട്രെയിനിങ്ങും ഇവിടെയുള്ള ട്രെയിനേഴ്സും എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തിരുന്നെങ്കിൽ ഇത്ര വേഗം ക്ലിയർ ചെയ്യുന്നത്. കാരണം ഇവിടെ എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഓരോ കോൺഫിഡൻസ്, ഇത് ഒരു പാടാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതി പറഞ്ഞു തരുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഐറിനോ? ഞാനും ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്റെ കസിനാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിനോടും ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്കും ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അത്രയും നല്ലതായിരുന്നു. അപ്പോൾ വേറെ ഒരാൾക്കും അത് എന്തായാലും ബെനിഫിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സ്കോർ കിട്ടി എന്നുള്ളതും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ പറ്റട്ടെ എന്ന് രണ്ടുപേർക്കും ലാംഗ്ഫോർട്ടിന്റെ പേരിൽ ഞാൻ ആശംസിക്കുകയാണ്.